ദേവരാജൻ മാസ്റ്ററുടെ സർഗധാർഷ്ട്യം പ്രസിദ്ധമാണ്. അത്ര എളുപ്പത്തിലൊന്നും അദ്ദേഹത്തെ അണിനയിപ്പിക്കാൻ സാധിക്കുകയില്ല. എന്നാൽ ഒരിക്കൽ മാത്രം അദ്ദേഹം തൻ്റെ ആത്മമിത്രമായ വയലാർ രാമവർമ്മയ്ക്ക് വേണ്ടി ഒരു വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറായി. 1965 അന്നത്തെ പ്രശസ്ത ബാനറായ ഉദയ സ്റ്റുഡിയോസ് ശകുന്തള എന്ന ചിത്രം നിർമ്മിക്കാൻ തുടങ്ങി. ഇതിൻ്റെ ഗാനവിഭാഗം ഏൽപ്പിച്ചത് പതിവ് പോലെ വയലാർ ദേവരാജൻ ടീമിനെ തന്നെയായിരുന്നു. പാട്ടുകളുടെ കമ്പോസിങ്ങിന് ശേഷം ഉദയ സ്റ്റുഡിയോയുടെ ഉടമസ്ഥനായ കുഞ്ചാക്കോ മുതലാളി ആവശ്യപ്പെട്ടു ദേവരാജൻ മാസ്റ്ററോട് ഈ ഗാനങ്ങൾ തൻ്റെ വീട്ടുകാരെ കൂടി ഒന്ന് കേൾപ്പിക്കണം. സാധാരണ മാസ്റ്റർ അത് പതിവില്ല. എങ്കിലും വയലാറിൻ്റെ നിർബന്ധത്തിന് വഴങ്ങി മാസ്റ്റർ ഇതിലെ ഗാനങ്ങളെല്ലാം കുഞ്ചാക്കോ മുതലാളിയുടെ വീട്ടുകാർക്ക് പാടി കേൾപ്പിച്ചു കൊടുത്തു. വീട്ടുകാർക്ക് അതിലെ ഗാനങ്ങൾ അത്ര തൃപ്തിയായില്ല. അവരത് തുറന്നു പറയുകയും ചെയ്തു. പക്ഷേ സിനിമ റിലീസ് ചെയ്തതിന് ശേഷം ശകുന്തള സൂപ്പർ ഹിറ്റായി. അതിൻ്റെ ഒരു പ്രധാന ഘടകം ഇതിലെ മനോഹരമായ ഗാനങ്ങളായിരുന്നു. ആയിരത്തി 1960 അവസാനത്തിലാണ് ഹിന്ദിയിൽ ആദ്യമായി സൂപ്പർ സ്റ്റാർ കാലഘട്ടം പിറക്കുന്നത്. രാജേഷ് ഖന്ന എന്ന യുവനായകൻ ഇന്ത്യൻ സിനിമയെ ആകെ ഇളക്കിമറിച്ചു. ആ വിജയപ്രയാണത്തിലെ ഒരു പ്രധാന പടിയായിരുന്നു 1969 പുറത്തിറങ്ങിയ ആരാധന. ഇതിൻ്റെ സംഗീത സംവിധായകൻ സച്ചിൻ ദേവ് ബർമനായിരുന്നു. എന്നാൽ കമ്പോസിങ്ങിനിടയ്ക്ക് അദ്ദേഹത്തിന് അസുഖമായത് കാരണം റെക്കോർഡിംഗ് അറ്റൻഡ് ചെയ്തത് അദ്ദേഹത്തിൻ്റെ പുത്രനായ രാഹുൽ ദേവ് ബർമനായിരുന്നു. ഓർക്കസ്ട്രേഷനിലുടനീളം പിന്നീട് ഹിന്ദി ഗാനങ്ങളുടെ ലഹരിയായി മാറിയ